ഹായ് ഓൾ, അസ്സാം വലൈക്കും. റോസിസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ദോശയുടെ റെസിപ്പിയാണ്. കൂടെ തന്നെ ഒരു നല്ലൊരു സ്പൈസി ചട്നിയും കൂടിയുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തന്നെ നമ്മൾ അരി കുതിർക്കി ഒന്നും വേണ്ടിയില്ല, എളുപ്പത്തിൽ രാവിലെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദോശയാണ്. ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കും എല്ലാം കൊടുക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ടേസ്റ്റിലാണെങ്കിൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. കൂടെ തന്നെ നല്ലൊരു ചട്നീൻ്റെ റെസിപ്പിയും കൂടിയുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണേ. അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിട്ട് ഞാനിവിടെ ഇന്ന് എടുത്തിരിക്കുന്നത് 1 കപ്പ് റവയാണ്. അപ്പോൾ റവ നല്ല വറുത്തതോ വറുക്കാത്തയോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. അതൊന്ന് നമുക്ക് കുതിർത്ത് വെക്കാനുണ്ട്. അതായത് കുറച്ച് വെള്ളത്തിൽ ആവശ്യത്തിന് അധികമായി പോരുത്. ആവശ്യത്തിനുള്ള ഒരു എന്താ പറയുക, ഓരോ റവക്കനുസരിച്ചിട്ട് ഇതേ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് നമുക്കൊരു 5 മിനിറ്റ് വരെ നമുക്ക് എന്താക്കാം, ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 കപ്പ് ഇതാണ് അവിലാണ് വേണ്ടത്. ഇനിയിപ്പോൾ അവിലില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂണോളം ചോറ് കൂട്ടിയാൽ മതിയേ. അവിലുണ്ടെങ്കിൽ അവിൽ ചേർക്കുക. വെള്ള അവിലാന്ന് ഒരു 1/2 കപ്പ് എടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിലൊന്ന് കഴുകി എടുത്തിട്ട് എന്നിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. കുറച്ച് വെള്ളത്തിൽ തന്നെ, വെള്ളം കൂടിപ്പോരുത്. ഇപ്പം നമ്മളെ തരി ഇതേപോലെ ഉണ്ടാവും കേട്ടോ, അധികം വെള്ളമൊന്നും ഇല്ലാതെ. അപ്പോൾ അധികം വെള്ളമാക്കി കഴിഞ്ഞാൽ നമുക്ക് ദോശ നല്ലൊരു ഇതിൽ കിട്ടൂല, നല്ല ഒരു കൊഴുപ്പോടെ കിട്ടൂല, വെള്ളം പോലെ ആയിപ്പോൾ. അതുകൊണ്ടാണ് വെള്ളം അധികം ചേർക്കേണ്ടതെന്ന് പറയുന്നത്. അവിൽ വെള്ളം കൂടുതലുണ്ടെങ്കിൽ വെള്ളം പീനിട്ട് കളഞ്ഞിട്ട് അത് മിക്സിയിലിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ 2 ടേബിൾ സ്പൂണോളം തൈരാണ്. അപ്പോൾ തൈരും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ തൈര് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഉണ്ടെങ്കിൽ ചേർക്കാൻ മറക്കരുത്. എന്നിട്ട് നന്നായിട്ടൊന്ന് നൈസായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇതിൽ കുറച്ച് ഒന്ന് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി കുറച്ചും കൂടി ടൈറ്റ് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പോരാതെ ഒരു 1/4 ടീസ്പൂണോളം നമ്മൾ ബേക്കിംഗ് സോഡയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ പെട്ടെന്ന് ആക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ആക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 4-5 മണിക്കൂർ പിന്നെ റെസ്റ്റിന് വെക്കുന്നതിലാണെങ്കിൽ ബേക്കിംഗ് സോഡ ആവശ്യമില്ല കേട്ടോ, നല്ല പൊളിച്ച് വരും അത്. അപ്പോൾ ഇതിപ്പോൾ പിന്നെ പെട്ടെന്ന് ആക്കുന്നത് കൊണ്ട് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അവിടെ വെക്കുക. ഒരു 10 മിനിറ്റ് വരെ റെസ്റ്റിന് ഇരുന്നോട്ടെ. അപ്പോഴേക്കും നമുക്കൊരു നല്ലൊരു സ്പൈസി ചട്നി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്ന ചട്നിയാണ് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചട്നി ഉണ്ടാക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 മുളകില്ലേ, നമ്മളെ കായ് മുളക്, അതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ചെറിയൊരു ഉള്ളിയും അതുപോലെ തന്നെ ചെറിയ തക്കാളി, കുറച്ച് മല്ലിയില, കുറച്ച് പുതിന, അതുപോലെ 2-3 കറിവേപ്പിലിൻ്റെ ഇല. ഇനി ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ വെല്ലയില്ലേ അതൊന്ന് പൊടിച്ചെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. കാരണം നമുക്ക് നല്ല സ്പൈസി ആയിരിക്കും ഇത്. അപ്പം ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് കടുകും, അതെല്ലാം നിങ്ങൾ ചോയ്സ് പോലെയാണ് എത്ര ഇടേണ്ടതെന്നുള്ളത്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്ത് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, പിന്നെ ഉള്ളിയും തക്കാളിയും എല്ലാം അരച്ച് വെച്ചിരിക്കുന്ന അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ മിക്സിയിൽ അടിക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് തന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളതുപോലെ അടിക്കുമ്പോൾ തന്നെ പിന്നെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ആക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും സാരമില്ല. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ എണ്ണ ഇല്ലേ, ഈ നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഇല്ല, അതെല്ലാം ഇങ്ങനെ മേൽഭാഗത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ചട്നി ആയെന്നുള്ള. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്, ഒരു സ്പൈസിയാണ്, അതേപോലെ തന്നെ ഒരു സ്വീറ്റുമാണ്, ചെറുതായിട്ട് സ്വീറ്റും ഉണ്ട്, പിന്നെ നല്ല സ്പൈസിയാണ്. അപ്പോൾ ഈ ഒരു ദോശയ്ക്ക് ഈ ഒരു ചട്നി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ തേങ്ങ ചട്നി എന്തായാലും കുഴപ്പമില്ല, എന്നാലും കൂടുതൽ ടേസ്റ്റ് ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് ദോശ ചൂടാൻ തുടങ്ങാം. അപ്പോൾ ഒന്ന് പിന്നെ ഫ്രൈ പാൻ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് തീ മീഡിയത്തിലാക്കുക. അതിന് ശേഷം നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്ത ഉടനെ നമുക്കിത് ഇങ്ങനെ ഒരു ബബിൾസ് വരും എല്ലായിടത്തുമായിട്ട്. നന്നായിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ ബബിൾസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കുക, ഒരടുപ്പ് എടുത്തിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കുക. ഇത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുകയൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ബബിൾസ് വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വെന്തൊരു ഫീല് തന്നെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് അടച്ചും കൂടി വെച്ച് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് തിരിച്ചിട്ടേണ്ട ആവശ്യമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇന്നൊക്കെ ഒരു നമ്മൾ നല്ല നെയ്യിലില്ലേ അതിലൊന്ന് ജസ്റ്റ് മേലയിൽ പുരട്ടണം, പെരട്ട ടേസ്റ്റ് കൂടും. അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവെല്ലാം ചുട്ടെടുക്കുക. നല്ല അടിപൊളി ദോശയാണ്, നല്ല സോഫ്റ്റുമാണ്. അതുപോലെ നമുക്ക് എളുപ്പം അധികം കാത്തു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒഴിക്കുക, ഇങ്ങനെ ബബിൾസർ വേഗം നമുക്ക് എടുക്കുക. അതുപോലെ അടിയിൽ പറ്റിപ്പോവുക അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടും. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് എൻ്റെ അടുത്ത് കുറച്ച് വെള്ളം കൂടുതലായി പോയിട്ടുണ്ട് ദോശയ്ക്ക്. ഇതിനെക്കാട്ടി കുറച്ചും കൂടി കട്ടിയിലെടുക്കാൻ പറ്റുവാണെങ്കിൽ
അത്രയും നല്ല നല്ല പൊങ്ങ് പോലെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നിങ്ങൾ ചോയ്സ് പോലെ. ഇനിയിപ്പോൾ ഈ മാവിൻ്റെ കൂടെ നമുക്ക് ഗീ റോസ്റ്റ് ഇല്ലേ, അതുപോലെ തന്നെ അതും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ദോശയൊക്കെ ഇവിടെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ചട്നിയും അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്. എളുപ്പമല്ല, എല്ലാവർക്കും പിന്നെ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല നല്ല എളുപ്പമാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് തലേന്ന് അരച്ച് വെക്കുകയോ ഇതാക്കിയോ ഒന്നും ചെയ്യേണ്ടിയില്ല, ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.